Welcome to Bake Shop Creations. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ഡിഷുകളിലൊന്നായ പൈ ആണ്. അതായത് ആപ്പിൾ പൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ അമേരിക്ക വന്നപ്പോഴത്തേന് അവർ കൊണ്ടുവന്നൊരു സാധനമാണ് കേട്ടോ അമേരിക്കയിലോട്ട് ഈ പൈ സെക്ഷൻ. അതായത് ബ്ലൂബെറി പൈ ഉണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ പൈ ഉണ്ട്, പംകിൻ പൈ ഉണ്ട്, ഒത്തിരി പൈകളുണ്ട് ഇവിടെ. ഇവിടെ ഏത് ഹോളിഡേ വന്നാലും അമേരിക്കൻ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരേ ഒരു ഡിഷാണ് ആപ്പിൾ പൈ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആപ്പിൾ പൈ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആപ്പിൾ പൈ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളിന്ന് ചെയ്യുന്ന സ്ക്രാച്ചിൽ നിന്നാണ് കേട്ടോ. ക്ലാസിക് അമേരിക്കൻ ആപ്പിൾ പൈ നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ സ്മിത്ത് ആപ്പിളിലാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ഗ്രീൻ ആപ്പിളാണ് ഏറ്റവും നല്ലത് ആപ്പിൾ പൈ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം അതിൻ്റെ ആപ്പിളിനൊരു തിക്നെസ് ഉണ്ട്, അകത്ത് സോഫ്റ്റ് അല്ല. അപ്പം ആപ്പിൾ പൈ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ സ്മിത്ത് കേട്ടോ. അപ്പം here is the recipe. Let's go to the bake shop. ആദ്യമേ നമ്മുടെ ബട്ടർ ചങ്ക്സ് ഉണ്ടാക്കാം. നമ്മൾ ബട്ടർ ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ മിക്സ് ചെയ്യത്തില്ല. അപ്പോൾ ചങ്ക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലവർ നമുക്ക് ടേബിളിലോട്ട് ഇടാം. അതിനുശേഷം നമ്മുടെ ഷുഗറും അതുപോലെ തന്നെ നമ്മുടെ സോൾട്ടും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ വാട്ടർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. നിങ്ങളുണ്ടല്ലോ ഈ ഒരു പാകമായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബട്ടർ, ചങ്ക്സ് ബട്ടർ, അതായത് ചെറുതായിട്ട് ക്യൂബ് ചെയ്ത ബട്ടർ, റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ നമുക്ക് ചെറുതായിട്ട് അതിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പകുതി ബട്ടർ ആദ്യമേ ഇട്ടാൽ മതി, അതിനുശേഷം ബാക്കി ബട്ടർ ഇട്ടാൽ മതി കേട്ടോ. നല്ലോണം നമുക്ക് ഇതുപോലെ തന്നെ നീഡ് ചെയ്യാം കേട്ടോ. ഇത് നല്ലോണം പ്രസ് ചെയ്ത് ഇങ്ങനെ തള്ളി അതുപോലെ തന്നെ അകത്തോട്ട് കൊണ്ടുവന്ന് വീണ്ടും പ്രസ് ചെയ്യുക. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഡോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ചങ്ക് ബട്ടർ പീസസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേന് നല്ലൊരു ക്രിസ്പിനെസ് കൊടുക്കും. ആ ബട്ടർ മെൽറ്റ് ആകുമ്പോഴത്തേന് നല്ലൊരു ക്രിസ്പിനെസ് നമ്മൾ ഡോയ്ക്ക് കൊടുക്കും. അതിനുവേണ്ടിയാണ് ചങ്ക് ബട്ടർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഇത് ക്ലാസിക് സ്റ്റൈലാണ്. പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണോ അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ചെയ്തത്. അപ്പം നമുക്ക് ഈ ഒരു ബേസ് വെച്ച് തന്നെ ആപ്പിൾ പൈ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ബ്ലൂബെറി പൈ ഉണ്ടാക്കാം, പംകിൻ പൈ ഉണ്ടാക്കാം. അപ്പം ഇതാണ് ബേസിക് ഡോ. അപ്പം നമ്മൾ ഇത് ഇനി ഏകദേശം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ആപ്പിൾ ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ നമുക്ക് ആപ്പിളിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് നന്നായിട്ട് പീൽ ചെയ്യാം. പീൽ ചെയ്തതിന് ശേഷം നമുക്ക് നടുക്കുള്ള ആ സീഡൊക്കെ എടുത്ത് കളഞ്ഞ് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്പിളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു, എല്ലാം ഇപ്പം ബോയിൽ ചെയ്യാൻ റെഡിയായി. അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ബോയിലിങ് സ്റ്റാർട്ട് ചെയ്യാം. വേറെ ഒന്നുമല്ല, നമ്മൾ ബോയിൽ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കാൻ പാടില്ല. വൺസ് ഇൻ എ വൈൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടില്ല. കാരണം ആപ്പിൾ നമ്മൾ എടുത്തിരിക്കുന്ന നല്ല ഈക്വൽ സൈസാണ്. അപ്പോൾ ആ ഈക്വൽ സൈസ് ബ്രേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ കുക്കിങ് ടൈം വ്യത്യാസം വരും ഓരോ ആപ്പിൾ പീസിനും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഒരിക്കലും നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ടെൻഡർ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സ്ലോയിലിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഹൈലിട്ട് കഴിഞ്ഞാൽ ഓവർ കുക്കായി പോകും. നമ്മൾ കോൺ സ്റ്റാർച്ച് ഇട്ടിരിക്കുന്നതുകൊണ്ട് കോൺ സ്റ്റാർച്ച് പെട്ടെന്ന് തിക്കാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ പൈ ഫില്ലിങ് റെഡി ആയിരിക്കണം കേട്ടോ. അത് റെഡി ആയെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ടെൻഡർ ആവുന്നത്. അതായത് ടെൻഡർ ആവുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് മുകളിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള കവറിങ് വരും. അതുപോലെ തന്നെ അത് ചെറുതായിട്ടൊന്നും ഞെങ്ങാനേ പാടില്ല. കാരണം ആപ്പിൾ പൈ നമ്മളിനി ബേക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓവറായിട്ട് നമ്മളിവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേക്ക് ചെയ്യുമ്പോഴത്തേന് അത് ലിക്വിഡായി പോകും. അപ്പോൾ ഓവറാക്കിയിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഏകദേശം ഒരു 35% മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഓവൻ്റെ അകത്താണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ തണുപ്പിച്ച പൈഡോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് ഷീറ്റ് ചെയ്യാൻ തുടങ്ങാം. അതും അതിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തണുപ്പിച്ച പൈഡോ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മൈദ അതിൻ്റെ മുകളിൽ ഡസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ആ ബട്ടർ കുറച്ച് ലിക്വിഡ് ആയിരുന്നുകൊണ്ട് അത് നമ്മുടെ കയ്യെ പറ്റാതിരിക്കാനാണ് ഞാൻ ഫ്ലവർ ഡസ്റ്റ് ചെയ്തത്. അപ്പോൾ പൈഡോ നമുക്കിനി നല്ലോണം ഷീറ്റ് ചെയ്ത് നമുക്കൊരു മോഡിലോട്ട് മാറ്റാം.
മുകളിലോട്ട് മാറ്റുന്നത് നമ്മൾ ഗ്ലാസ് മോഡലാണ് കേട്ടോ മാറ്റുന്നത്. പൈ കൂടുതലും ബേക്ക് ചെയ്യുന്ന ഗ്ലാസ് മോഡലാണ് വീട്ടിലൊക്കെ ബേക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം നമുക്ക് ഇത് ഷീറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പൈ മോൾഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഡയറക്റ്റ് ഗ്ലാസ് ബോർഡിലാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഒരു അലുമിനിയം ഫോയിൽ നമ്മൾ മുകളിൽ ഇട്ടതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. പ്ലേറ്റിങ്ങിനൊക്കെ കാര്യങ്ങൾക്ക് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടി ഇതാണ് നല്ലത്. ഷീറ്റ് ചെയ്ത് പൈഡോ നമുക്ക് ഗ്ലാസ് മുകളിലോട്ട് പ്ലേസ് ചെയ്ത് നമുക്കത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ പൈഡോ നമുക്ക് ഷീറ്റ് ചെയ്ത് റെക്ടാങ്കിൾ ഷീറ്റ് ചെയ്യണം കേട്ടോ. റെക്ടാങ്കിൾ ഷീറ്റ് ചെയ്ത് നമുക്ക് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ ഫില്ലിങ് സെൻറ്ററിലോട്ട് നമുക്ക് ഫില്ല് ചെയ്യാം നമ്മുടെ ഗ്ലാസ് ബോളിൻ്റെ. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈഡോ നമുക്ക് മുകളിൽ പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഡോ രണ്ടാമത് റൗണ്ടിൽ തന്നെ ഷീറ്റ് ചെയ്തിട്ട് മുകളിലാണ് പ്ലേസ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ശൈലിക്ക് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ആപ്പിൾ പൈ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 350 ഏകദേശം ഒരു 1 മണിക്കൂർ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ട്രഡീഷണൽ ആപ്പിൾ പൈ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല സെറ്റപ്പായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അലുമിനിയം ഫോയിലിൽ നിന്ന് എടുത്ത് മാറ്റാം നമുക്ക്. എന്നിട്ട് നോക്കാം. ഞാൻ ഈ ഗ്ലാസ് ബോളിൽ അലുമിനിയം ഫോയിൽ ഇട്ടതിന് ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ എടുക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അലുമിനിയം ഫോയിലിൽ ഡയറക്റ്റ് ഗ്ലാസ് ബോളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നൗ റെഡി ടു സെർവ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. See you next time.